ഹലോ ഗൈസ്, ഇന്ന് ഷോപ്പിക്കല്ല കേട്ടോ. ഇന്ന് വെയർ ഹൗസിക്കാണ്. അവിടുന്ന് കുറച്ച് സാധനം എടുക്കാണ്ട്. രാവിലെ തന്നെ ഇറങ്ങി ചാടിക്കണം. ഉപ്പുമാവാണ് കേട്ടോ. എനിക്കത് ഇറങ്ങണില്ല. പിന്നെ എങ്ങനെയൊക്കെ കുത്തിയാണ്ട് ഇറക്കാണ്. അങ്ങനെ അതും കഴിച്ചാണ്ട് ഞാൻ നേരെ ഷോപ്പിൻ്റെ മുന്നിലെത്തി. വണ്ടി വന്നു, വണ്ടി കയറി. ഇനി ചുരുങ്ങിയത് ഒരു ഒന്നൊന്നേകാൽ മണിക്കൂറിൻ്റെ ഓട്ടം ഉണ്ടാവും നമ്മളെ വെയർ ഹൗസിക്ക്. സംഗതി വണ്ടിയിൽ എ സി ഉണ്ട്, എന്നാലും പുറത്തല്ല വെയില്ല. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ ഡ്രൈവർ കാക്കാൻ്റെ ഭാഗം ഒരു പാക്കറ്റ് വെള്ളം. ഇത് ഞാൻ ആദ്യമായിട്ട് കുടിച്ചാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ അവസാനം വരെ ഊറ്റിണ്ട് കുടിച്ചിട്ടോ. വണ്ടി അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഇരുന്ന് ചടപ്പും വരാൻ തുടങ്ങിയിരിക്കണ്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാ പോണൊരു വിമാനം കേട്ടോ. ഇപ്പോൾ വെയർ ഹൗസിൻ്റെ ഏരിയ എത്തി തുടങ്ങിട്ടോ. അതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്ന ലോഡും വണ്ടികളൊക്കെ കേട്ടോ. ഈ റോഡിന് ഇങ്ങോട്ട് പോകുമ്പോൾ കുതിരപ്പുറത്ത് പോകണം. കിടക്ക് അല്ല കണ്ടില്ല നിങ്ങൾ. ഇതാണ് അവസ്ഥ. ഒടുവിൽ അങ്ങനെ വെയർ ഹൗസ് എത്തി. ഇതാണ് വെയർ ഹൗസ് കേട്ടോ. ഒരുപാട് സാധനം കടൽ പോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞിങ്ങനെ എടുക്കണം. ഈ ആകാശത്തുള്ളതൊക്കെ ലാഡർ വെച്ച് എടുക്കണം കേട്ടോ. ഏതായാലും കുറച്ചൊക്കെ സാധനങ്ങൾ തപ്പിപ്പിടിച്ചെടുത്തിട്ടോ. ഇനി അത് നേരെ അതിൻ്റെ ആർട്ടിക്കൽ നമ്പർ എഴുതി പെട്ടിമ ഒട്ടിച്ചിട്ട് അതിൻ്റെ ശേഷം പാക്ക് ചെയ്യുക. എന്നിട്ട് വണ്ടി ഫുൾ ലോഡാക്കി ഇനി നേരെ പോവാട്ടോ. ഷോപ്പിൽ തന്നെ തിരിച്ചു പോവാണേ. അങ്ങനെ വണ്ടി ഇതാ പോയിങ്ങോണ്ട് നിൽക്കണേ. ഇതൊക്കെ വെറും ഷോ കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോണ്ടോ ഇതാണ് കോലം. ഒടുവിൽ അങ്ങനെ ഷോപ്പ് എത്തിട്ടോ. നേരെ വാഷ്റൂമിൽ കയറി മുഖമൊക്കെ ഒന്ന് കണ്ട് കഴുകി നേരെ ചോറ് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ലോഡ് ഇറക്കാൻ നിൽക്കുക. ലോഡ് ഇറക്കി കഴിഞ്ഞപ്പോൾ ഇതാ 7 മണി. ഇനി നേരെ പോയി പഞ്ച് ചെയ്യുക, നേരെ റൂമൊക്കെ നടക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ.